ഹായ്, എല്ലാവർക്കും വഹീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നെയ്പത്തിരിയുടെ റെസിപ്പിയുമായാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാർബോയിൽഡ് റൈസാണ്. ഈ റൈസ് ഞാൻ 5 hours നല്ല തിളക്കുന്ന വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി കഴുകി 2-3 പ്രാവശ്യം കഴുകി ഇത് നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഒരു അരിപ്പയിലിട്ടിട്ട് അതിന് മുഴുവൻ വെള്ളം കളഞ്ഞെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മീഡിയം സൈസ് സവാള, ഇത് ചെറുതായി കട്ട് ചെയ്തതാണിത്, അതും കൂടെ ആഡ് ചെയ്യാം. അധികം ചെറുതായി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് ചിരവിയ തേങ്ങയാണ്. തേങ്ങ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. 1 കപ്പ് മതിയാവും. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ആഡ് ചെയ്യാം. പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം, അതും കൂടെ ആഡ് ചെയ്യാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം കൈകൊണ്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അധികം അരയേണ്ട ആവശ്യമില്ല, ചെറിയൊരു തരിതരിപ്പിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഓരോ ബാച്ചും ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ബാച്ചും ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വലിയ ജീരകം മുഴുവനായിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് പൊരിച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്, അതിന് വേണ്ടിയാണ്. ഈ ഒരു പരുവത്തിൽ വേണം നിങ്ങൾ അരച്ചെടുക്കാനായിട്ട്. ഇനി ഇത് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. അങ്ങനെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ പൂരിയുടെ വലിപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഓരോ ബോൾസും പൂരിയുടെ വലിപ്പത്തിൽ പരത്തിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ തടവി ഇതുപോലെ റൗണ്ടിൽ കൈകൊണ്ട് പരത്തിയെടുക്കാം. ഈ സമയം തന്നെ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഹൈ ഫ്ലെയിം കൊടുത്ത് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്, അപ്പോഴാണ് നല്ല പൊങ്ങി വരുള്ളൂ. ലോ ഫ്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ എണ്ണ കുടിക്കും. ഓക്കെ, ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ പൊരിച്ച് കഴിഞ്ഞാൽ ഇത് നന്നായി പൊങ്ങി വരും. ഓരോന്ന് പൊരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് അടുത്തത് അവിടെ പരത്തി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി. ഇതാ കണ്ടോ, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം നന്നായി മൊരിഞ്ഞതിന് ശേഷം രണ്ട് ഭാഗവും തിരിച്ചിട്ട് നന്നായി പൊരിച്ചെടുക്കാം. ഈ ഒരു ഗോൾഡൻ കളറിൽ വേണം പൊരിച്ചെടുക്കാനായിട്ട്. കണ്ടോ, ഇതുപോലെ നെക്സ്റ്റ് നെയ്പത്തിരിയും ഇതുപോലെ പരത്തി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയം തന്നെ നമുക്ക് നെക്സ്റ്റ് നെയ്പത്തിരി പരത്തി വെച്ച് കൊടുക്കാം. ഓട്ടോമാറ്റിക്കായി പൊങ്ങി വന്നിട്ടുണ്ട്. 2 ഭാഗവും നന്നായി മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നിങ്ങൾ ഇത് പൊരിക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല ഹൈ ഫ്ലെയിം കൊടുത്ത് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് നല്ല ബീഫ് കറി, ലിവർ കറി നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ please subscribe, like and share. Thank you.